ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ. ഇവിടെ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചതായി കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു സൂറത്താകുന്ന സൂറത്തുൻ നംൽ. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന പേരിൽ അറിയപ്പെടുന്ന കേവല അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്ക് നൽകേണ്ടതായ നിയമങ്ങൾ വിശദമായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവയുടെ ഉച്ചാരണ രൂപം. ഇവിടെ 2 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ത്വാ എന്ന് മാത്രം ഉച്ചരിക്കപ്പെടുന്ന 2 അക്ഷരങ്ങൾ ചേർന്ന അക്ഷരമാണ്. അഥവാ ത്വാവും അലിഫും മാത്രമാണ് അതിലുള്ളത്. ഹയ്യുൻ തഹൂർ എന്ന ആ മജ്മൂഅ, ആ ഗ്രൂപ്പിൽപ്പെട്ട, ആ വിഭാഗത്തിൽപ്പെട്ട ഒരക്ഷരമാണ് ത്വാ. ഹ, യ, ത്വാ, ഹ, റാ. ഈ ഹർഫുകൾ, ഈ 5 അക്ഷരങ്ങൾ, ഇവക്ക് ത്വബീഇയായ ദീർഘം മാത്രമാണ് നൽകേണ്ടത്. കൂടാതെ നമ്മുടെ റിവായത്ത് പ്രകാരം അവയുടെ ഉച്ചാരണം ശരിയായ അലിഫ് മാത്രമായി അലിഫിന് നൽകുന്നതായ ഉച്ചാരണമാണ് നൽകുക. എന്നാൽ നമ്മുടെ തന്നെ ഖാരിയായ ആസിമിൻ്റെ മറ്റൊരു റാവിയായ ശുഅബയിൽ പോലും ഇവക്ക് ഇമാല നൽകിക്കൊണ്ട് തേ, ഹേ എന്നിങ്ങനെ ഉച്ചരിക്കുന്ന രീതിയാണ്. അഥവാ ത്വസീൻ എന്നാണ് ഓതേണ്ടത്. ചുരുക്കി പറയാം, ഇവിടെ ത്വബീഇയ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ് നൽകേണ്ടത്. ആ ദീർഘത്തിൽ തഫ്ഖീം വേണം. കാരണം ത്വാ ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കൂടുതൽ ദീർഘം നൽകരുത്. ത്വാ അത്ര മതി. സീൻ. ഇവിടെ 6 ഹറക്കത്തിൻ്റെ അളവിലുള്ള ലാസിമായ ദീർഘം നൽകണം. അൽ മദ്ദുൽ ലാസിം, അൽ മുഖഫഫ്, അൽ ഹർഫി എന്ന ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ നൽകൽ നിർബന്ധമാണ്. അപ്പോൾ ത്വാസീൻ എന്ന് പാരായണം ചെയ്യുക. അവിടെ വഖഫ് ചെയ്യൽ നമുക്ക് ജായിസാണ്, അനുവാദമുള്ള ഭാഗമാണ്. എന്നാൽ വഖഫ് ചെയ്യാതെ ഒരാൾ ചേർത്ത് ഓതുകയാണെങ്കിൽ എന്തൊരു ഹുക്മാണോ സാക്കിനത്തായ നൂനിന് ശേഷം താഴ് വരുമ്പോൾ നൽകേണ്ടത്, ആ ഹുക്മാണ് ഇവിടെയും നൽകേണ്ടത്. സീൻ എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങൾ ചേർന്ന ഒരക്ഷരമാണ്. സീന്, യാ, നൂൻ. നൂൻ എന്ന് പറഞ്ഞാൽ സാക്കിനത്തായ നൂനാണ്. സീൻ എന്ന് ഉച്ചരിക്കുന്നു. സാക്കിനത്തായ നൂനിന് ശേഷം താഴ് വന്നിട്ടുണ്ട്. ചേർത്തോതുമ്പോൾ ഇഖ്ഫാ ഹഖീഖി നൽകിക്കൊണ്ട് ത്വാസീൻ തിൽക ആയാതുൽ ഖുർആൻ, അങ്ങനെ ഇഖ്ഫാ ഹഖീഖി നൽകി പാരായണം ചെയ്യേണ്ടതാണ് ചേർത്തോതുമ്പോൾ. നമുക്കറിയാം, നമ്മുടെ റിവായത്ത് പ്രകാരം സൂറത്ത് യാസീനും സൂറത്തുൽ ഖലമും ഇപ്രകാരം അക്ഷരങ്ങളുമായി അടുത്ത വചനത്തെ അല്ലെങ്കിൽ ബാക്കി ഭാഗത്തെ ചേർത്ത് ഓതുമ്പോൾ അവിടെ ഇൽഹാർ മുത്ലഖ് നൽകണം. അതിന് ഇൽഹാറു റിവായ എന്നൊക്കെ പേര് നൽകുന്നു എന്നത് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ
നേരെ മറിച്ച് സൂറത്തുൻ നംലിൻ്റെ തുടക്കത്തിൽ ഇഖ്ഫ ഹഖീഖ് നൽകിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിൽക ആയാതു, ഇതൊക്കെയും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, ഒന്നിലും തഫ്ഖീമില്ല. തിൽക ആയാതു, ആയാതു, ഹംസക്ക് മദ്ദുൽ ബദൽ എന്ന ദീർഘമാണ്. എന്നാൽ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ആ ദീർഘമുള്ളത് നൽകേണ്ടത്. അൽ ഖുർആൻ, ഖാഫിനും റാഇനും തഫ്ഖീമാണ്. ഖാഫിന് നിസ്ബിയായ തഫ്ഖീം ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. റാഇന് സാക്കിനത്തായ റാ തൊട്ട് മുമ്പിൽ ദമ്മുള്ളത് കൊണ്ട് തഫ്ഖീം കൊടുക്കുക. അൽ ഖുർആനി അഥവാ ഖാഫും റാഉം അല്ലാത്ത തൊട്ട് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങളൊക്കെയും ഇസ്തിഫാലിൻ്റേതായതുകൊണ്ട് തർക്കീഖ് കൊടുക്കുക. തിൽക ആയാതുൽ ഖുർആനി വകിതാബ്, കിതാബ് എല്ലാം തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങൾ. വകിതാബിൻ മുബീൻ, കിതാബിൻ എന്ന തൻവീനിനെ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വകിതാബിൻ മുബീൻ. വഖഫ് ചെയ്യുമ്പോൾ ആ ദീർഘം തവസ്സുത്ത് നൽകി നമുക്ക് ആ 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം. അതല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ആകുകയും ആവാം. ഇനി 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്റുമാകാവുന്നതാണ്. അതാകുന്നു അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ്റെ നിയമം. ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഹുദൻ, ഹുദൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഹുദൻ വ, ഹുദൻ വ, അവിടെ ഹുദൻ എന്ന് ക്ലിയർ ആവരുത്. ഹുദൻ ദൻ വ, ദ എന്ന് പറയുന്നിടത്ത് അതുവരെയും തർക്കീഖ് നൽകി. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ശേഷം വാവിനും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. എന്നാൽ ദ എന്ന് പറയുന്നത് വരെയും ഫത്ഹ ഉച്ചരിച്ച് ഉടനെ സാക്കിനത്തായ നൂനിനെ, തൻവീനിൽ ഉച്ചരിക്കുന്നതായ ആ സാക്കിനത്തായ നൂനിനെ വാവിലേക്ക് ലയിപ്പിക്കണം. എന്നിട്ട് വാവിൻ്റെ മഖ്റജിൽ നിന്ന് ശബ്ദം വരണം. അതിലേക്ക് ഖൈശൂമ് നിന്നുമുള്ള ഗുന്നത്ത് കലർത്തിക്കൊണ്ട് ഹുദൻ ദൻ വ എന്ന് ഉച്ചരിക്കുക. ഹുദൻ വബുശ്റാ, ബുശ്റാ ഷീന് വ്യക്തമാക്കി ഉച്ചരിക്കുക. തഫഷി എന്ന ഒരു സിഫത്ത് ഷീനിന് മാത്രമുണ്ട്. വബുഷ്, ബുഷ് എന്ന് പറയുമ്പോൾ ആ പരപ്പ്, അതാണ് തഫഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വ്യാപനം. വബുശ്റാ, റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. വബുശ്റാ ലിൽ മുഅ്മിനീൻ, ലിൽ മുഅ്മിനീൻ. ഈ പദത്തിൽ ഹംസയെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിദ്ദത്തിൻ്റെ ഹർഫാണ് ഹംസ. അതിൽ മൂമിനീൻ, മൂമിനീൻ എന്നൊന്നും ആവാൻ പാടില്ല. നമ്മുടെ റിവായത്തിൽ ഹംസയെ ക്ലിയർ ആക്കിക്കൊണ്ട് ലിൽ മുഅ്മിനീൻ എന്ന് ഉച്ചരിക്കണം. മുഅ്മിനീൻ. അന്ത്യത്തിൽ ദീർഘം നൽകേണ്ടത് സൂചിപ്പിച്ചു. മദ് ആരിദ് എന്ന ദീർഘമാണ് വഖഫിന് വേണ്ടി താൽക്കാലികമായി അവിടെ നൽകുന്നത്. الذين يقيمون الصلاة ويؤتون الزكاة. യുഖീമൂന, ഖാഫിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, എന്നാൽ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ്. യുഖീമൂന സ്സലാത, സ്വാദിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ഒക്കെ അക്ഷരമാണ്. അസ്സലാത, ല എന്ന് പറയുമ്പോൾ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അസ്സലാത. വയുക്തൂന, നേരത്തെ മുഅ്മിനീൻ പറഞ്ഞതുപോലെ യുക്തൂന ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. വയുക്തൂന സകാത, എന്ന് പറയുമ്പോൾ
വ്യക്തമാക്കി ഉച്ചരിക്കുക. സഫീർ എന്ന സിഫത്ത് സായിനുണ്ട്. അതേപോലെ സ്വാദിനും സീനിനുമൊക്കെ ഈ 3 അക്ഷരങ്ങൾക്കുമുള്ള സിഫത്താണ് സഫീർ. അസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം അത് വ്യക്തമാവണം, അല്ലാത്ത പക്ഷം സായിൻ്റെ ഉച്ചാരണം ശരിയാവുകയില്ല. വയുക്തൂന സകാത്ത, അത് ഇതുപോലെ സകാത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥവും മാറി, പദം തന്നെ വേറെയായി കഴിഞ്ഞു. അങ്ങനെയാവരുത്. സകാത്ത വഹും ബിൽ ആഖിറ, വഹും എന്നതിലെ സാക്കിനത്താനൂനിനെ ഇഖ്ഫ ഷഫവി നൽകി ബാഇ ശേഷം വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. അഥവാ വഹും ഹും എന്ന് ചുണ്ടുകൾ വ്യക്തമായി വെച്ചുകൊണ്ട് പരത്തി വെച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഹും ബിൽ ആഖിറതി, ആഖിറതി ഹംസ ക്ലിയറാക്കി പറയണം. ഖാഇന് തഫ്ഖീമാണ്, എന്നാൽ കുറഞ്ഞ തഫ്ഖീമേ ഉള്ളൂ, കസ്റായതുകൊണ്ട് റാഇന് തഫ്ഖീം കൊടുക്കുക. ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ഹും യൂഖിനൂൻ, ഹും സാക്കിനത്തായ മീമും ശേഷം യാഉമാണ്, ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ഹും യൂഖിനൂൻ, ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ഇന്ന നൂൻ മുശദ്ദദയെ മണിക്കണം. ശുദ്ധ നൽകപ്പെട്ട നൂനിന് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകുക. ലാ യുഅ്മിനൂന, വീണ്ടും ഹംസ. ഇന്നല്ലദീന, ദാല് വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ദാലിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് ദാല്. അല്ലദീന, അല്ലദീന റഖാവത്തുള്ള അക്ഷരമാണ്. ഇന്നല്ലദീന യുഅ്മിനു, ലാ യുഅ്മിനൂന, ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ബിൽ ആഖിറ വീണ്ടും ആവർത്തിച്ച് വരുന്ന പദമാണ്. ബിൽ ആഖിറതി ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഖാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് റാഇന് പൂർണ്ണമായ തഫ്ഖീം. ബിൽ ആഖിറതി സയ്യന്നാ ലഹും, സയ്യന്നാ നൂൻ മുശദ്ദദയെ മണിക്കണം. സയ്യന്നാ ലഹും അഅ്മാലഹും, ലഹും അഅ്മാലഹും സാക്കിനത്തായ മീമുകൾ ആവർത്തിച്ചു വരുന്നു. ഇൽഹാർ ഷഫവിയാണ്. അഅ്മാലഹും ഐൻ തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. അഅ്മാലഹും ഫഹും, അവിടെ സാക്കിനത്തായ മീമും ശേഷം ഫാഉമാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. വ്യക്തമായി മീമും ശേഷം ഫാഉം അവയുടെ മഖ്റജുകളിൽ നിന്ന് ഉച്ചരിക്കുക. ഇൽഹാർ ഷഫവി, മണിക്കാതെ മീമിനെ ഉച്ചരിക്കുക. അഅ്മാലഹും ഫഹും യഅ്മഹൂൻ, യഅ്മഹൂൻ ഐന് അതുപോലെ ഹൽ ഹുറൂഫുൽ ഹൽഖ് എല്ലാം ക്ലിയറായി വ്യക്തമാക്കി ഉച്ചരിക്കണം. യഅ്മഹൂൻ. ഉലൈക ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്, ചേർന്ന് വന്ന ദീർഘമാണ്. ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലുണ്ട്. ഇവിടെ നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഉലൈക അല്ലദീന ലഹും സൂഉൽ അദാബ്, സൂഉ അവിടെയും മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ശേഷം ഹംസ ഒറ്റപ്പദത്തിലായി ചേർന്ന് വന്നതാണ് കാരണം. സൂഉ അതിനു മുമ്പ് സാക്കിനത്തായ മീമുണ്ട്, ഇൽഹാർ ഷഫവിയാണ്. ലഹും സൂഉ മീമിനെ മണിക്കാതെ വെളിവാക്കണം. സൂഉൽ അദാബി വഹും, വഹും ഫിൽ ആഖിറ, വഹും ഫി, വഹും ഫി വ്യക്തമാക്കി സാക്കിനത്തായ മീമും ശേഷം ഫാവും ഉച്ചരിക്കുക. വഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ, അൽ ആഖിറതി ഖാഇന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് റാഇന് തഫ്ഖീം. ഹുമുൽ അഖ്സറൂൻ, അഖ് എന്ന് പറയുമ്പോൾ
ഹംസ ശേഷം ഖാ, ഖായിന് പൂർണ്ണമായ തഫ്ഖീമാണ്, അതായത് ഖാ സാക്കിനത്തും തൊട്ടു മുമ്പിൽ ഹംസയും. അൽ അഖ്സറൂൻ റായിനും തഫ്ഖീം കൊടുക്കുക, ഖായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ ഫത്ഹും, അതാണ് സൂചിപ്പിച്ചത്. ഹുമുൽ അഖ്സറൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين. تلك آيات القرآن وكتاب مبين. هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون. أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون.